സ്ത്രീ സങ്കല്പത്തിൽ രാധയ്ക്ക് പകരമായിട്ട് വേറെ ആരും ഇല്ല, ഒരിക്കലും ഇല്ലല്ലോ. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രാധയ്ക്ക് മാതൃസ്ഥാനത്തുണ്ടെന്ന് തോന്നുന്നില്ലേ കുറൂരമ്മയൊക്കെ? മാതൃസ്ഥാനത്ത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഭഗവാന്റെ ഞാൻ വ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പൊ നോക്കൂ, ഒരുപാട് അമ്മമാർ ഇപ്പൊ ഇന്നും നമ്മുടെ വീടുകൾ, ഞാൻ പറയുന്ന എൻ്റെ ചിന്തകളാണ്, ഇതൊക്കെ എത്രത്തോളം ശരിയാവണമെന്നൊന്നുമില്ല. ഞാൻ പറയാറുണ്ട് പൊതുവിൽ, നിങ്ങളുടെ അടുക്കള ഭൂലോക വൈകുണ്ഠമാണ് എന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഏറ്റവും പരമമായിട്ടുള്ള ഭക്തിയോട് കൂടി ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറെടുത്ത് അത് നല്ല തൈര് കൂട്ടി കുഴച്ച് ഒരു അച്ചാറും ആക്കിയിട്ട് ഇത് എൻ്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് 4 ഉരുള വാങ്ങി ഒരു ഉരുട്ടി അവിടെ വെച്ച് ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കള എന്തായി മാറിക്കഴിഞ്ഞു? ഭൂലോക വൈകുണ്ഠായി. അതാണ് ഗുരുവായൂരപ്പോൾ. നിങ്ങളുടെ അടുക്കളയെ ഗുരുവായൂരാക്കി മാറ്റാൻ കഴിവുള്ള അമ്മമാർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ്. കാരണം ഈ യശോദയും അതുപോലെ ദേവകിയമ്മയും കുറൂരമ്മയെന്ന് എവിടെയും പോയിട്ടില്ല. ഇന്നും പല രൂപത്തിൽ അവർ നമ്മുടെ ഇടയിലൊക്കെ പല പേരുകളിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയോ അമ്മമാർ, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പ്രഭാഷണങ്ങളോ വീഡിയോകളൊക്കെ കാണുന്നവരിൽ എത്രയോ ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അവർക്ക് പ്രഭാഷണത്തിൻ്റെയും ഗീതയുടെയും ഭാഗവത്തിൻ്റെയും സഹസ്രനാമത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. അവർക്ക് ഭഗവാനോടുള്ള സ്നേഹം, അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ബാക്കി ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. ആ ഭക്തിയാണ് ഭഗവാൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാതൃഭാവത്തിലുള്ള ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു കഴിവ് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയോ കോടി ജന്മത്തെ പുണ്യം ഉണ്ടാവണമെന്നാണ്.